ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചൈനീസ് വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റിൽ പ്രധാനിയാണ് ചിക്കൻ നൂഡിൽസ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ വിഭവം എങ്ങനെയെന്ന് പരിചയപ്പെടാം. ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു കോഴിമുട്ട, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നിവ ചേർത്ത് നന്നായി പുരട്ടിയെടുക്കാം. അങ്ങനെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് മാറ്റി വെക്കാം. അടുത്തതായി നൂഡിൽസ് പാകം ചെയ്തെടുക്കണം. അതിനുവേണ്ടി 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പാകത്തിനും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം അളവിലുള്ള യിപ്പി നൂഡിൽസ് ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ നൂഡിൽസ് അധികം വേവൊന്നുമില്ല, 3 മിനിറ്റ് മാത്രം മതിയാകും ഇത് പാകമായി വരാൻ. പിന്നെ നിങ്ങൾ എടുക്കുന്ന നൂഡിൽസിൻ്റെ പാക്കറ്റിൽ കുക്കിംഗ് ടൈം കൊടുത്തിട്ടുണ്ടാകും. അത് കണക്കാക്കി വേണം നൂഡിൽസ് പാകം ചെയ്തെടുക്കാൻ. ഇപ്പോൾ നൂഡിൽസ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്ത് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായി തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നൂഡിൽസിലെ ചൂട് പോകുകയും ചൂടിൽ ഇരുന്ന് ഓവർ കുക്ക് ആകാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല ഗ്ലേസിംഗ് ഉണ്ടാകാനുമാണ്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ആ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് നന്നായി മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു സോഫ്റ്റ് പരുവമാണ് വേണ്ടത്. ഇപ്പോൾ ഇത് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചോപ്പ് ചെയ്തെടുത്ത ഗാർലിക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് റോ ഫ്ലേവർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അധികം മുരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ റോ ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സബോള കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വന്നാലും മതി. ഇപ്പോൾ സബോള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത 1 ക്യാരറ്റും പകുതി ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതും നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി വന്നാലും മതി. ഇപ്പോൾ പച്ചക്കറികൾ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും മുട്ടയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയ് സോസും 1 ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗറും
പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിളക്കി കൊടുക്കണം. അങ്ങനെ ഇത് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പാകം ചെയ്തെടുത്ത നൂഡിൽസ് ചേർത്ത് പതിയെ ഇളക്കി കൊടുക്കാം. എളുപ്പത്തിൽ ചേർത്തിളക്കാൻ 2 ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചോ, അതുമല്ലെങ്കിൽ ചൈനീസ് സ്റ്റൈലിൽ കടായി കയ്യിലെടുത്ത് ചേർത്തിയെടുത്തോ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയായി. ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ സ്വാദിഷ്ടമായ ചിക്കൻ നൂഡിൽസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.